സ്ത്രീകൾക്ക് 12 ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി 18 പടികൾ ചവിട്ടി അയ്യപ്പനെ തൊഴാൻ കഴിയുന്ന ഏക ക്ഷേത്രം എന്ന നിലയിൽ പാലാ പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിദ്ധമാകുന്നു. ജനുവരി 11 നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി ഒരുക്കങ്ങൾ നടന്നു വരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന ജനുവരി മാസം 11-ാം തീയതി 50 വർഷം തികയുകയാണ്. 18 പടി പുതുക്കി പണിതതിൻ്റെ 50 വർഷവും അതിൻ്റെ മുൻകാലങ്ങളിൽ ഉണ്ടാകുന്ന അമ്പലമാണ്. പുതുക്കി പണിതതിന് ഒരു 50-ാമത്തെ വർഷം തികയുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒരു 300ഓളം ഭക്തജനങ്ങൾ, അതിലൊരു 120ഓളം മാളികപ്പുറങ്ങൾ തന്നെ കെട്ടുനിറച്ച് 18 ദിവസത്തെ വ്രതമെടുത്ത് ഈ പടി കയറി ശബരിമലയിൽ പഞ്ചലോക വിഗ്രഹത്തിൽ നെയ്യഭിഷേകം നടത്തുന്നത് പോലെ തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ നെയ്യഭിഷേകം നടത്തി മാളികപ്പുറത്തമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ച് ഗണപതിക്ക് നാളികേരമുടച്ച് മടങ്ങുന്ന വലിയൊരു കാഴ്ച ഇവിടെ കാണുവാനായിട്ട് കഴിയും. 400 വർഷത്തിലേറെ പഴക്കമുള്ള പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിരവധി ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. വടക്ക് ഭാഗത്തു നിന്നും ഒരു പെരിയ സ്വാമി ഇവിടെ ശബരിമലയ്ക്ക് പോകാൻ കെട്ടെടുത്ത് വരികയും അദ്ദേഹം ഈ പയപ്പാരിൽ വന്നു കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്ന് അവശനാകുകയും ഇവിടെ കെട്ട് താഴ്ത്തുകയും ചെയ്തു. അപ്പോൾ കൺമുൻപിൽ കൂടി ഒരു രൂപം മാറുന്നതും പിന്നീട് ആ രൂപം കണ്ട് അദ്ദേഹത്തിന് ഭയപ്പാട് തോന്നുകയും അതിനുശേഷം ഒരു ചൈതന്യമുള്ള ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയും അത് അയ്യപ്പനാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അദ്ദേഹം ഇരുന്ന് അവിടെ പ്രാർത്ഥിച്ച് ഭഗവാൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സ്ഥലത്തിന് ഭയപ്പാർ എന്ന് പേര് വരികയും അത് ലോപിച്ച് പയപ്പാറാകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ പ്രധാന വിഗ്രഹം അയ്യപ്പൻ്റെ ആണെങ്കിലും ഇതിൻ്റെ സമീപത്ത് ഭാര്യാപുത്ര സമേതനായിട്ടിരിക്കുന്ന ഒരു പ്രതിഷ്ഠയും ഉണ്ട്. അതിനാലാണ് 12 ദിവസത്തെ നൊയമ്പ് നോക്കിയിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും പടി ചവിട്ടാം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്നാണ് പറയുന്നത്. ഇവിടെ മകരം 1-ാം തീയതിയാണ് ശബരിമല മകരസംക്രമമാണെങ്കിലും ഇവിടെ മകരമാസം 1-ാം തീയതിയാണ് ഉത്സവം നടത്താറുള്ളത്. ആചാരപെരുമയിലും അനുഷ്ഠാനത്തിലും എന്നും പാരമ്പര്യ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ടെന്നും കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ്. ഷഡാധാര പ്രതിഷ്ഠയോടുകൂടി കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഭഗവാന് പഞ്ചലോക വിഗ്രഹത്തിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് മഹാദേവന് ഉചിതമായ ശ്രീകോവിലും ഉണ്ട്. ഈ ഗണപതി കോവിൽ, മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിൽ എന്നിവയും ഇവയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രധാന വഴിപാടായ നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചയും നൂറുകണക്കിന് ഭക്തർ വഴിപാട് സമർപ്പിക്കുന്നു. കന്നിക്കെട്ടുമായി 18-ാം പടി ചവിട്ടി അയ്യപ്പനെ തൊഴാൻ ഭാഗ്യം ലഭിച്ചത് പുണ്യമായി കാണുന്നുവെന്നാണ് വിശ്വാസികളുടെയും പക്ഷം. നമ്മളിവിടെയുള്ള അയ്യപ്പനല്ലേ, ഇവിടെ വന്ന് തൊഴാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും കുഞ്ഞുങ്ങൾക്കൊക്കെ ആയുസ്സും ആരോഗ്യം നമ്മുടെ കാര്യം തന്നെ സന്തോഷമായിട്ട് കഴിയാനായിട്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ്. എൻ്റെ കുടുംബം നന്നായി, നമ്മുടെ നാടും ഒക്കെ നന്നായി, എല്ലാവർക്കും നല്ല മനസ്സമാധാനവും സന്തോഷവും കിട്ടണം. അതാണ് നമ്മുടെ ഈ കരയിലുള്ള എല്ലാവരുടെയും ആഗ്രഹം. ക്ഷേത്രത്തിലെ മകരവിളക്ക്, പള്ളിവേട്ട മഹോത്സവം, 18 പടി കയറി നെയ്യഭിഷേകവും ജനുവരി 10 മുതൽ 15 വരെ തീയതികളായി നടക്കും. ജനുവരി 11-ാം തീയതി 108-ൽ പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും 18 പടി കയറി നെയ്യഭിഷേകം നടത്തും. 10-ാം തീയതി രാത്രി 6-നാണ് കൊടിയേറ്റ്. പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ ഇരുമുടി കെട്ടുപേന്തി 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിച്ച് നെയ്യഭിഷേകം ചെയ്യുക എന്നുള്ള ഒരു വഴിപാടാണ് ഈ വർഷം ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടി നടന്നു വരുന്നത്. അയ്യപ്പസ്വാമിയുടെ പഞ്ചലോക വിഗ്രഹത്തിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പയ്യപ്പള്ളിയിലെത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ നെയ്യഭിഷേകം നടത്തും. 15-ാം തീയതിയാണ് ആറാട്ടുത്സവം. ക്ഷേത്ര ഭാരവാഹികളായ KP അനിൽകുമാർ, KP അജേഷ് കുമാർ, പ്രശാന്ത് നന്ദകുമാർ, ബിനു MC എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്.